നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 16/3/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുറയുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 45 രൂപ, ഒരു പവൻ്റെ മുകളിൽ 360 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഈ 22 ക്യാരറ്റ് രൂപ 14,590, ഒരു പവൻ 1,16,720 അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,917, ഒരു പവൻ 1,27,336 അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,938, ഒരു പവൻ 95,504. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സാധാരണ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ ഓഹരി, കടപ്പത്ര, കറൻസി വിപണികൾ അസ്ഥിരമാവുകയും സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിച്ച് വില കുറയേണ്ടതുമാണ്. എന്നാൽ നിലവിലെ സാഹചര്യം നേരെ തിരിച്ചാണ്. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് കൂടിയെങ്കിലും ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. നമുക്ക് വൈകിട്ട് റബ്ബർ വില നോക്കാം. റബ്ബർ വില കൂടുകയാണ്. കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ 216 രൂപ 50 പൈസ, RSS 5 കിലോ 211 രൂപ 50 പൈസ, ISNA 20 188, ലാറ്റക്സ് 60% 149 രൂപ. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 216 രൂപ 50 പൈസ, RSS 5 കിലോ 211 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 137, 60% DRC ഒട്ടുപാൽ കിലോ 102 രൂപ 75 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 206, RSS 5 കിലോ 203. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 234 88 പൈസ, RSS 5 കിലോ 234 രൂപ 45 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരൻ സമുദായ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ SNDP മുൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ലെന്നാണ്. സുധാകരന് പിന്തുണ കൊടുക്കാനായിട്ടാണ്. SNDPയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കണിച്ചിക്കുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി കണ്ടത്. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ ഇനി ജി സുകുമാരൻ നായരെയും പോയി കാണുവാൻ പോവുകയാണ്. CPMമായി ഇടഞ്ഞ് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സുധാകരന് പിന്തുണ നൽകുമെന്ന് കാര്യം കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവേശത്തിലാണ് ജി സുധാകരൻ. MP AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് അമ്പലപ്പുഴ. സലാമാണ് സുധാകരനെതിരെ അമ്പലപ്പുഴയിൽ LDFും CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ശക്തമായ മത്സരത്തിലാണ് ഇപ്പോൾ അമ്പലപ്പുഴയും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.